കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഹോ എന്ത് ഭംഗിയായിട്ടാണ് അങ്ങനെ കണിയൊക്കെ ഒരുക്കിയിരിക്കുന്നത്, രാവിലെ എണീറ്റിട്ട് ഈ കണിയൊക്കെ ആയിരിക്കും കണ്ടതെന്ന് അല്ലേ? സോറി ഫോർ ദ മിസ്അണ്ടർസ്റ്റാൻഡ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ കണി കടെടുത്തതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കാറുണ്ടെങ്കിലും അതൊരിക്കലും നടക്കാറില്ല. അങ്ങനെ ഇത്തവണ ഞാനും എൻ്റെ കെട്ടിയോൻ്റെ അനിയനും കൂടെ ഒരു പ്രതിജ്ഞ എടുത്തു. അടുത്ത പ്രാവശ്യം വല്ല കൊറോണയോ മാരക രോഗങ്ങളോ ഒന്നും വന്ന് കാറ്റ് പോയില്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും വിഷുക്കണി വെക്കുന്നതായിരിക്കും. അപ്പോൾ ദൈവം നമ്മളെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ അല്ലേ. അങ്ങനെ വിഷുവിൻ്റെ അന്ന് രാവിലെ നമ്മളൊരു 4 മണിക്ക് മുന്നേ എണീറ്റിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ എണീറ്റ് കുളിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ ഓടിയത്. കാരണം നമുക്ക് 8 മണി 8:30 ആകുമ്പോഴത്തേക്ക് അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ ആ സമയം കൊണ്ട് എല്ലാം റെഡി ആവണല്ലോ. അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ പണി നടക്കൂല, നേരെ അടുക്കളയിലേക്ക് പോവാം. അപ്പോൾ അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചാൽ ഇതാ നമ്മൾ രാത്രി റെഡിയാക്കി വെച്ചിട്ടില്ലേ ഉണ്ണിയപ്പത്തിൻ്റെ നെയ്യപ്പത്തിൻ്റെ ഒക്കെ മാവ്, അപ്പോൾ അത് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓണത്തിനും വിഷുവിനൊക്കെ രാവിലെ കടിയൊന്നും ഉണ്ടാക്കൂല കേട്ടോ. ഈ ഉണ്ണിയപ്പവും നെയ്യപ്പവും കൂട്ടിയിട്ടായിരിക്കും നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കുക. അപ്പം ഞാനിത് ആദ്യം നെയ്യപ്പാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇവിടെ ഉണ്ണിയപ്പത്തെക്കാളും ഡിമാൻഡ് നെയ്യപ്പത്തിനാണ്. പക്ഷെ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കും, കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കും കേട്ടോ. പക്ഷെ നെയ്യപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മളൊരു കലത്തപ്പം കൂടി ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ഇന്നലെ സംക്രാന്തി പൂജയ്ക്ക് ചെയ്ത പോലെ ഒരു കലത്തപ്പവും ഇതാ തേങ്ങാപ്പൂളും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ആദ്യം എടുത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ബാക്കി ഉണ്ടാക്കുക. അപ്പോൾ ഇതാ നെയ്യപ്പം എല്ലാം ഉണ്ടാക്കി എടുത്തതിന് ശേഷം ഞാനിതാ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി ട്രിക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ മാവൊക്കെ ഒഴിച്ചതിന് ശേഷം കണ്ടോ, അതൊന്ന് വീർത്ത് ബോളായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ തൊട്ടടുത്ത അടുപ്പിൽ ഒരു ചീനിച്ചട്ടി വെച്ച് അത് എണ്ണ ഒഴിച്ചിട്ട് ഈ ഉണ്ണിയപ്പം എല്ലാം അതിലേക്ക് കോരി മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ഉണ്ണിയപ്പം മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ശരിക്കും ഉണ്ടാക്കുന്നത് ഞാനും എൻ്റെ ചേട്ടനും കൂടിയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഉണ്ണിയപ്പച്ചട്ടിയിൽ തന്നെ ഒഴിക്കുകയാണെങ്കിൽ കുറേ നേരം നമുക്ക് പിടിക്കും. ഇത് ഞാൻ കണ്ടോ വലിയൊരു ചെമ്പിൽ നിറയെ മാവുണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണെന്നറിയോ, ഒരു കലം നിറയെ ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളാണ് കേട്ടോ. ഇവിടെ വീട്ടിൽ എന്തുണ്ടാക്കിയാലും ഞാനാണ് ഫസ്റ്റ് ഉപ്പ് നോക്കുക. പക്ഷേ വിഷു ദിവസം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റില്ല. നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഉണ്ണിയപ്പോ നെയ്യപ്പോ ഒക്കെ നമ്മൾ ആദ്യം ഇവിടെ എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇത് മാത്രമല്ല, വിശേഷ ദിവസങ്ങളിൽ എന്തുണ്ടാക്കിയാലും നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമുക്ക് സാമ്പാറിലേക്കുള്ള തേങ്ങയൊക്കെ വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വിശദമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സാമ്പാറിന് തേങ്ങയൊക്കെ വറുത്തെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത അടുപ്പിൽ നമ്മൾ സാമ്പാറിൻ്റെ പരിപ്പും വെന്തിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ടെടുത്ത് അതും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഞാൻ സാമ്പാറിലിടാൻ വേണ്ടിയിട്ട് കട്ടക്കായ മുറിച്ചതാണ്. മൂർച്ചയില്ലാത്തൊരു കത്തിയാണ് എടുത്തത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ കൈ നല്ലോണം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേദനയേക്കാൾ ഉപരി ഉണ്ടായിരുന്നു, വല്ലാത്തൊരു സങ്കടമായിരുന്നു കേട്ടോ. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ കൈയും മുറിച്ച് വെച്ച് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ അമ്മ വന്ന് മരുന്നൊക്കെ അടിച്ച് തന്നു, കെട്ടിയൊക്കെ തന്നു കേട്ടോ കൈ. അങ്ങനെ ഏകദേശം പണിയൊക്കെ ഒരുങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിലേക്ക് പോയിട്ടോ. അപ്പം നമ്മൾ ആദ്യം പോയത് വീരാടൂർ ക്ഷേത്രത്തിലാണ്. നമ്മളന്ന് സദ്യ കഴിക്കാൻ പോയില്ലായിരുന്നു അങ്ങോട്ട്. പിന്നെ നമ്മൾ പോയത് ഇതാ മാരിയമ്മ കോവിലാണേ. അങ്ങനെ ഇത് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വിഷുക്കോടി. അടിപൊളിയായിട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് കൈനീട്ടൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു നൈറ്റ് അങ്ങ് എടുത്തിട്ടു. ഇതാ കയ്യിലൊരു പന്തമൊക്കെ ഉണ്ട്. പിന്നെ ആ ഉണ്ണിയപ്പോ നെയ്യപ്പോ ഒക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചു. അതിന് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ആ മുറിവൂട്ടിയൊക്കെ വെച്ചിട്ട് കെട്ടിയതാണ് കേട്ടോ. എൻ്റെ പുതിയ ഡ്രസ്സിലൊക്കെ ചോരയായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ കൊള്ളുന്നതൊക്കെ ആ മുറിവിലായിരിക്കും. പിന്നെ ഇതാ നമ്മൾ നേരെ ചിക്കൻ വറുക്കാനാണ് കേട്ടോ പോയത്. വിഷു ദിവസം ആയതുകൊണ്ട് തന്നെ ചിക്കൻ്റെയും മട്ടൻ്റെ സ്റ്റാളിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അച്ഛൻ പോയിട്ട് വരാൻ ഒരുപാട് വൈകിയേ. പിന്നെ എന്തായാലും നമ്മളിതാ ചിക്കനൊക്കെ വറുത്തിട്ട് ചെറിയൊരു കടായി പോലെയൊക്കെ വെക്കാനാണ് കേട്ടോ തീരുമാനിച്ചത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് ഇവിടെ ഫുള്ള് വെജായിരിക്കും, നോൺ വെജ് നമ്മൾ കഴിക്കുകയില്ല. പക്ഷേ വിഷുവിന് നമ്മൾ ഫുൾ സദ്യ ഐറ്റംസ് ഉണ്ടാക്കൂല. ചിക്കൻ, മട്ടൻ, പിന്നെ സാമ്പാർ, അവിയൽ, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇത് ആ മട്ടൻ നമ്മൾ അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അവിയൽ റെഡി ആയിട്ടുണ്ട്, സാമ്പാർ റെഡിയായി, ഉപ്പേരി റെഡിയായി, ചോറ്, പിന്നെ അച്ചാർ, അതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ. എൻ്റെ വയനാട്ടിൽ പിന്നെ എല്ലാം കണക്കാണ്. ഓണത്തിന് വിഷുവിനൊക്കെ നോൺ വെജ് ആയിരിക്കും. സദ്യ ഉണ്ടാവും, അതിൻ്റെ കൂടെ നോൺ വെജും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ നമ്മൾ ഓരോ ട്രിപ്പായിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. എൻ്റെ കൈ മുറിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് കഴുകാനോ ഉള്ളി മുറിക്കാനോ ഒന്നും പറ്റുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചേട്ടനും അനിയനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ മട്ടൻ ഇത് നന്നായിട്ട് തിളച്ചിട്ടോ. നല്ല മൂപ്പുള്ള ആടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നല്ലോണം വേവണമല്ലോ. അപ്പോൾ ഇതാ എല്ലാ ഫുഡും ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ ഇതാ ഒരു പ്ലേറ്റിൽ ഇലയൊക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാ ഐറ്റംസും നമ്മൾ എടുത്ത് വെക്കാറാണ് ചെയ്യുക. അത് നമ്മൾ താമസിക്കുന്ന വീട്ടിലും അതുപോലെ തന്നെ ചെയ്യും. അതുപോലെ തന്നെ തറവാട്ടിൽ ഇതുപോലെ തന്നെ ഒരു ഇലയിലൊക്കെ നമ്മളെല്ലാം വിളമ്പിയിട്ട് കൊണ്ട് വെക്കുകയെ.
എന്താ പറയണ്ടേ, ഒന്നും മിസ്സാവരുത്. എല്ലാം A to Z നമ്മൾ എല്ലാ ഇലയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ താഴെ വീട്ടിൽ നിന്ന് എല്ലാ ഐറ്റംസും കൊണ്ട് മേളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യം ഓണാണെങ്കിലും വിഷു ആണെങ്കിലും ഒക്കെ നമ്മൾ തറവാട്ട് വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിലത്തിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക. അതിന് ഇത്ര കാലമായിട്ട് യാതൊരുവിധ മാറ്റവും ഇല്ല. അങ്ങനെ ഇതെല്ലാം നമ്മൾ മുകളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അച്ചമ്മേനെ കണ്ടോ? അച്ചമ്മ നേരത്തെ കുളിച്ച് റെഡിയായി ഒരുങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് അനിയനാണ്, അതായത് ഹസ്ബൻഡിൻ്റെ അനിയനാണ് കേട്ടോ. ശിവപ്രകാശ് എന്നാണ് അവൻ്റെ പേര്. പിന്നെ അവൻ തിരുവനന്തപുരത്താണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളെല്ലാവർക്കും വിളമ്പി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇരുന്ന് കഴിച്ചിട്ടോ. അപ്പോൾ അധികം ഐറ്റംസ് ഒന്നുമില്ല. അതായത് ചോറ്, സാമ്പാർ, ഉപ്പേരി, പപ്പടം, അച്ചാർ, അവിയൽ, പിന്നെ മട്ടൻ, ചിക്കൻ, ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ നമുക്കുണ്ടായിരുന്നത്. പിന്നെ അച്ചമ്മയ്ക്ക് ഒരു കറിയും പറ്റൂല. വായിൽ മുറിവാണ്, പുണ്ണാണെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അച്ചമ്മ കഴിക്കൂല. അച്ചമ്മയ്ക്ക് മാത്രം കുറച്ച് ഇറച്ചിയെടുത്ത് വെറും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി ഇട്ട് വേവിച്ച് കൊടുത്താൽ അതുപോലെ എരിവാണെന്ന് പറയും. ഇപ്പോൾ അതും തീരെ കഴിക്കാറില്ല കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും ചേട്ടനും എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അവസാനം ഞാനിരുന്നു കേട്ടോ. അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. നമുക്ക് 2 പേര് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ വരാൻ വൈകിയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചു. രാവിലെ എണീറ്റതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വിശപ്പായിരുന്നു. നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കും കേട്ടോ. ഓണത്തിനും വിഷുവിനും ഒക്കെ ഒരു 11 മണി 11:30 ആകുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കും. നമ്മൾ രാവിലെ എണീക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ നമ്മളൊന്ന് ഉറങ്ങും, ഒരു 4 മണി വരെ കിടന്ന് ഉറങ്ങും കേട്ടോ. ഉറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ സിനിമയ്ക്ക് പോകും. അങ്ങനൊരു റുട്ടീനാണ് ഓണത്തിനും വിഷുവിനൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇപ്രാവശ്യം ആകെ തകിടം മറിഞ്ഞൊരു വിഷയമായിരുന്നു. അങ്ങനെ അവസാനം ഞാനാണ് കേട്ടോ കഴിച്ചത്. ഞാനിങ്ങനെ ആസ്വദിച്ച് മെല്ലെ കഴിക്കാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ തീറ്റയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ലോഡ് പാത്രം കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു റീൽ എടുക്കണമായിരുന്നു കേട്ടോ. അർച്ചനയും ഞാനും അശ്വതിയും കൂടെ പ്രാക്ടീസൊക്കെ ചെയ്ത് അതൊരുവിധം ലെവലാക്കിയിട്ട് എടുത്തു. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത്. എനിക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല ഈ കാര്യത്തിൽ. പക്ഷേ ഒരു കളിയങ്ങ് കളിച്ചു. ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ? കുറേ മസിൽ പിടിച്ച് നടന്നിട്ട് എന്താ കാര്യം. അങ്ങനെ കളിച്ച് ഒരു 50ാമത്തെ ടേക്കായി. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ക്യാമറാമാൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് അങ്ങോട്ട് മാറി. മുഖമൊക്കെ ചുവന്ന് വായിന്നൊക്കെ പല വാക്കുകളും വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ മെല്ലെ നിർത്തിയിട്ടോ. അങ്ങനെ മേലാൽ ഈ പരിപാടിക്ക് ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ സ്കൂട്ടായേ. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ സിനിമയ്ക്കൊന്നും പോവാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരം വരെ ഇങ്ങനെ ടൈം പോയിട്ടോ. പിന്നെ എൻ്റെ കൈ മുറിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് മുടിയൊന്നും ചീവി കെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അർച്ചന വന്നിട്ട് എൻ്റെ മുടിയൊക്കെ ചീവി എനിക്ക് കെട്ടി തന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. നല്ല അടിപൊളി, നല്ല കുഴിഞ്ഞിട്ടുള്ള ആഴത്തിലുള്ള മുറിവായിരുന്നു കേട്ടോ. നല്ല വേദനയുണ്ടായിരുന്നു. എന്തോ രാവിലെ തന്നെ എൻ്റെ കൈ മുറിഞ്ഞതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഇങ്ങനെ ചിരിച്ച് നടന്നിട്ടുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം പോലെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ സിനിമയ്ക്ക് പോകണമെങ്കിൽ തന്നെ എൻ്റെ ചേട്ടനെ കുത്തി പൊക്കിയിട്ട് കൊണ്ടുപോകണം. ചേട്ടന് തീരെ ഇഷ്ടമല്ല സിനിമയ്ക്ക് പോകുന്നത്. എനിക്കാണെങ്കിൽ ഒടുക്കത്ത് ഇഷ്ടമാണ് സിനിമയ്ക്ക് പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഒന്നിനും ഉഷാറുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ബാൻഡേജൊക്കെ കൊണ്ടുവന്നതാ അപ്പൂസ് എൻ്റെ കയ്യിലൊക്കെ കെട്ടിത്തന്നിട്ടോ. അവൻ ചെറിയമ്മേൻ്റെ മോനാണ്. കെട്ടിത്തന്നതും പോരാണ്ട് അവൻ എൻ്റെ കയ്യിനിട്ടൊരു കുത്തും കുത്തിയിട്ടോ. പിന്നെന്താ രാത്രിയായപ്പോൾ ഉച്ചയ്ക്ക് ബാക്കി വന്ന ചോറും കറികളൊക്കെ കഴിച്ചതിന് ശേഷം ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ വേഗം പോയി കിടന്നിറങ്ങി. അവർ കുറേ നേരം പടക്കമൊക്കെ പൊട്ടിച്ചിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.